സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഉച്ചവരെ 51.05% പോളിംഗ്. അത് ഏകദേശം വൈകുന്നേരത്തോടുകൂടി 70-നോട് അടുക്കുവാനും കടക്കുവാനും സാധ്യതയുണ്ട്. പോളിംഗ് കൂടിയ ജില്ല മലപ്പുറവും കുറഞ്ഞ ജില്ല കണ്ണൂരുമാണ് എന്ന് ലഭിക്കുന്ന വിവരം. തൃശൂർ 50.02%, മലപ്പുറമാകട്ടെ 53.41%, പാലക്കാട് 52.14%, കോഴിക്കോട് 51.96%, വയനാട് 51.16%, കണ്ണൂർ 50.13%, കാസർഗോഡ് 50.19% എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള പോളിംഗ് ശതമാനം. വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതോടെ ചില ബൂത്തുകളിൽ പോളിംഗ് തടസ്സപ്പെട്ടു. പ്രശ്നം പരിഹരിച്ച് വോട്ടെടുപ്പ് തുടർന്നുവെങ്കിലും ചിലയിടങ്ങളിൽ വോട്ടർമാർ ഏറെ നേരം കാത്തുനിൽക്കുന്നത് കാണാമായിരുന്നു. ഒടുവിൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം രാവിലെ മുതൽ 100-ലധികം ബൂത്തുകളിലാണ് വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറ് മൂലം പോളിംഗ് തടസ്സപ്പെട്ടത്. പാലക്കാട് വാണിയംകുളം മിനിശ്ശേരി വെസ്റ്റ് 6-ാം വാർഡിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി രാവിലെ 15 മിനിറ്റോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. മെഷീൻ മാറ്റി സ്ഥാപിച്ചു. മിനിശ്ശേരി കുന്നുംപുറം ബൂത്തിലാണ് തടസ്സം നേരിട്ടത്. പാലക്കാട് നെല്ലായ പട്ടിശ്ശേരി വാർഡിൽ 1-ാം നമ്പർ ബൂത്തിലും മെഷീൻ പണിമുടക്കി ോടെ അരമണിക്കൂർ വോട്ടിംഗ് തടസ്സപ്പെട്ടു. മെഷീൻ മാറ്റിയതിന് ശേഷമാണ് വോട്ടിംഗ് പുനഃസ്ഥാപിച്ചത്. മലപ്പുറം AR നഗർ പഞ്ചായത്ത് 5-ാം വാർഡിലെ 2-ാം ബൂത്തിലും പോളിംഗ് മെഷീൻ തകരാർ കാരണം വോട്ടെടുപ്പ് വൈകിയാണ് തുടങ്ങിയത്. കൊടിയത്തൂർ പഞ്ചായത്തിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായി. കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ 1-ാം വാർഡ് ബൂത്ത് 2-ൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. വോട്ടിംഗ് ആരംഭിച്ച അല്പസമയത്തിനകം മെഷീൻ തകരാറിലാകുകയായിരുന്നു. വടകര ചോറോട് പഞ്ചായത്ത് 23 വാർഡ് ബൂത്ത് 1-ൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതോടെ മോക്ക് പോളിംഗ് അടക്കം വൈകി. കിഴക്കോത്ത് പഞ്ചായത്തിലെ ബൂത്ത് 2-ലും മെഷീൻ തകരാറിലായി. കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്തിലെ വാർഡ് 16 പള്ളംകോട് GUPS സ്കൂളിലെ ബൂത്ത് 1-ൽ മെഷീൻ പ്രവർത്തിക്കാത്തതാണ് വോട്ടിംഗ് വൈകാൻ കാരണം. പൊതുവെ സമാധാനപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. അതേസമയം ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ മൊറാഴ സൗത്ത് LP സ്കൂൾ വോട്ട് ചെയ്യാനെത്തിയ ആൾ ബൂത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. സെക്കൻഡ് പോളിംഗ് ഓഫീസർ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഗുരുവായൂർ AUP സ്കൂൾ 10 മിനിറ്റ് പോളിംഗ് തടസ്സപ്പെട്ടു. പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം പോളിംഗ് ഓഫീസർ ആരോഗ്യം വീണ്ടെടുത്ത് പോളിംഗ് തുടർന്നു. തൃശൂർ വല്ലക്കാവ് LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ തേനീച്ച കുത്തേറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റു. 8 പേരെ നടത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് കരിമ്പ പഞ്ചായത്തിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമം നടന്നതായിട്ടും ആരോപണമുയർന്നു. കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ 1-ാം വാർഡ് UDF സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജന്റുമാരെ CPM പ്രവർത്തകർ മർദ്ദിച്ചതായിട്ടും പരാതി ഉയർന്നു. പാലക്കാട് കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്ത് 6-ാം വാർഡിൽ മദ്യപിച്ചെത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥനെ മാറ്റി പകരം ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു. ആദ്യഘട്ടത്തിൽ 7 ജില്ലകളിൽ നടന്ന വോട്ടെടുപ്പിൽ 70.9% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരത്ത് 67.4%, കൊല്ലം 70.36%, പത്തനംതിട്ട 66.78%, ആലപ്പുഴ 73.76%, കോട്ടയം 70.94%, ഇടുക്കി 71.77%, എറണാകുളം 74.58% എന്നിങ്ങനെയായിരുന്നു പോളിംഗ് ശതമാനം. വൈകിട്ട് 6 മണി വരെയായിരുന്നു പോളിംഗ് സമയം ഉണ്ടായിരുന്നതെങ്കിലും വരിയിലുണ്ടായിരുന്നവർക്ക് ഈ സമയം കഴിഞ്ഞും വോട്ട് ചെയ്യാൻ 1-ാം ഘട്ടത്തിൽ അവസരം നൽകിയിരുന്നു.